നമസ്കാരം, ഞാൻ ഡോക്ടർ കാവ്യ, ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം, ഇന്നലെ അൻപോട് കൺമണി എന്ന് പറയുന്ന ഒരു മലയാളം ഫിലിം കാണാനിടയായി. ശരിക്കും പറഞ്ഞാൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. മൂവിയെക്കുറിച്ച് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം തരുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ ഒരു ഹോമിയോപ്പതി ഡോക്ടർ എന്ന രീതിയിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി അങ്ങനെ ഒരു ഫിലിം കണ്ടപ്പോൾ. കാര്യം ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു മേഖലയിൽ ഹോമിയോപ്പതിക്ക് എത്രത്തോളം സാധ്യതയുണ്ട് എന്ന് വളരെ നന്നായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഫിലിമാണ് അൻപോട് കൺമണി. സാധാരണ ആളുകളിൽ ഇന്നും ഉള്ള ഒരു അറിവില്ലായ്മയാണ്. കാര്യം ഹോമിയോപ്പതിക്ക് വന്ധ്യത എന്ന് പറയുന്ന ഒരു മേഖലയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം റിസൾട്ട് നമുക്ക് തരാനായിട്ട് സാധിക്കും എന്നുള്ളത് ഇന്നും പല ആളുകളിലും എത്തിപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും IVF, IUI എന്ന് പറയുന്ന എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ ശേഷം അതിലും ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോഴാണ് പലരും എങ്കിലിനി ഹോമിയോ ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന അടിസ്ഥാനത്തിലാണ് മിക്ക ആളുകളും വന്നെത്തിപ്പെടാറ്. അപ്പോൾ അതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു ഫിലിം കാണുന്നതിലൂടെ ഒരു ഫസ്റ്റ് ചാൻസ് എന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഹോമിയോപ്പതി ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട്, അതായത് എക്കണോമിക്കലി നോക്കിക്കഴിഞ്ഞാൽ വളരെ ലോ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും സാധാരണ ആളുകളിൽ ഒരു വലിയ മെസ്സേജാണ് ഈ ഒരു ഫിലിം തരുന്നത്. പിന്നെ എന്നെ പോലെയുള്ള ഓരോ പെൺകുട്ടികളും കല്യാണത്തിന് ശേഷം കുറച്ച് കാലതാമസം കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ തന്നെ പലരിൽ നിന്നും കേൾക്കേണ്ടി വരുന്നൊരു ചോദ്യമാണ്, വിശേഷമായില്ലേ, കുട്ടികളായില്ലേ, എന്താണ് വേണ്ടെന്ന് വെച്ചിട്ടാണോ, ആരുടെയാണ് പ്രശ്നം തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളും കേൾക്കാൻ ഇടവരുന്നതാണ്. ഞാനും ഇതുപോലെ എനിക്കും ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ആ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ നന്നായിട്ട് തന്നെ ഈ മൂവിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ ഓരോ പെൺകുട്ടികൾക്കും ഈ ഫിലിം കാണുമ്പോഴേക്കും അവരവരുടെ ലൈഫ് ഒരുപാട് റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അഭിമാനത്തോടു കൂടി തന്നെ പറയും, എൻ്റെ ഹോമിയോ ബേബിയാണ് എൻ്റെ മൂത്ത മകൻ എന്ന് പറയുന്നത്. എനിക്ക് വിവാഹത്തിന് ശേഷം 4ാമത്തെ വർഷമാണ് എനിക്ക് കുഞ്ഞാവുന്നത്. ഈ പറഞ്ഞ പോലെ പല ചോദ്യങ്ങളും ഞാനും കേൾക്കാനിടയായിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ ഡിസൈഡ് ചെയ്തു എനിക്ക് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് തന്നെ മതി എന്നുള്ളത്. അതൊരു ഹോമിയോപ്പതി ഡോക്ടറായിട്ട് ഇരിക്കുന്നത് കൊണ്ടും ആയിരിക്കാം, അലോപ്പതി സിസ്റ്റത്തിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടി വന്ന കുറച്ച് ബാഡ് എക്സ്പീരിയൻസസ് കൊണ്ടും ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും ഞാനത് ഡിസൈഡ് ചെയ്തു. 3 months മാത്രമേ എനിക്കും കുട്ടികളുടെ അച്ഛനും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ആൻഡ് ആഫ്റ്റർ ദ 4th month ശരിക്കും പറഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവായി. ആൻഡ് അതിനുശേഷം എൻ്റെ മൂത്ത മകൻ 9 മാസം ഉള്ളപ്പോഴാണ് അടുത്ത പ്രഗ്നൻസിയും പോസിറ്റീവാണ്. അപ്പോൾ ഇന്ന് എനിക്ക് 5ഉം 4ഉം വയസ്സ് പ്രായമുള്ള 2 ആൺകുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും ഐ എം വെരി മച്ച് താങ്ക്ഫുൾ ടു ഹോമിയോപ്പതി സിസ്റ്റം. കാര്യം ഇന്നിങ്ങനെ ഒരു അമ്മയായിട്ട് ഇരിക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഹോമിയോപ്പതി സിസ്റ്റത്തിന് ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരോടും എനിക്കുള്ള റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഫാമിലിയായിട്ട് തന്നെ ഈ മൂവി കാണാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. കാര്യം കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചിലപ്പോൾ ഒരുപാട് കപ്പിൾസ് കാണും നമുക്ക് ചുറ്റും. ഒരുപാട് പേരെ ഞാൻ ഡെയിലി തന്നെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കാം ഈ മൂവി. ഓക്കെ, താങ്ക് യു.